നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പോരാട്ടക്കളമായ പശ്ചിമ ബംഗാളിനെ കുറിച്ചാണ്. കഴിഞ്ഞ 15 വർഷമായി ബംഗാളിനെ ചലിപ്പിക്കുന്നത് മമതാ ബാനർജിയും അവരുടെ തൃണമൂൽ കോൺഗ്രസുമാണ്. എന്നാൽ ഇന്ന് കൊൽക്കത്തയുടെ മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ കരുത്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഴക്കിയ ശബ്ദം മമതയുടെ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. വെറും ഒരു പ്രസംഗമല്ല, മമതാ സർക്കാരിന്റെ 15 വർഷത്തെ പാവക്കറകൾ ഓരോന്നായി എണ്ണിപ്പറയുന്ന ഒരു കുറ്റപത്രമാണ് ഷാ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചത്. ബംഗാൾ ഇന്ന് ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അമിത്ഷാ അടിവരയിട്ട് പറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം രാജ്യത്തിന്റെ സുരക്ഷയാണ്. ഇന്ത്യയുടെ അതിർത്തികൾ കാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നയമാണ് കേന്ദ്ര സർക്കാരിൻ്റെത് എന്ന് നമുക്കറിയാം. അസം വഴി നടന്നിരുന്ന നുഴഞ്ഞുകയറ്റം BJP സർക്കാർ വന്നതോടെ ഏതാണ്ട് പൂർണ്ണമായും അടച്ചുപൂട്ടി. എന്നാൽ ഇന്ന് നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ മലർക്കെ തുറന്നിട്ടിരിക്കുന്ന ഒരേ ഒരു കാവാടമായി ബംഗാൾ മാറിയിരിക്കുന്നു എന്നത് എത്ര ഭയാനകമായ അവസ്ഥയാണ്. ഈ നുഴഞ്ഞുകയറ്റക്കാർ വെറുതെ വരികയല്ല, നമ്മുടെ നാടിന്റെ വിഭവങ്ങൾ കവർന്നെടുക്കുന്നു, ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ ജോലി തട്ടിയെടുക്കുന്നു. ഇതിനൊക്കെ മമതാ സർക്കാർ കൂട്ടുനിൽക്കുന്നത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ്. ബംഗ്ലാദേശ് അതിർത്തിയിൽ 600 കിലോമീറ്റർ ദൂരത്തിൽ വേലികെട്ടാൻ സ്ഥലം വിട്ടു നൽകാൻ പോലും മമത തയ്യാറാകുന്നില്ല. രാജ്യ സുരക്ഷയേക്കാൾ വലുതാണോ രാഷ്ട്രീയ ലാഭം? ഈ ചോദ്യമാണ് അമിത്ഷാ ഉയർത്തുന്നത്. BJP അധികാരത്തിൽ വന്നാൽ വെറും 45 ദിവസത്തിനുള്ളിൽ ഈ അതിർത്തി പ്രശ്നം പരിഹരിക്കുമെന്ന അദ്ദേഹത്തിന്റെ ഉറപ്പ് ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയെയാണ് കാണിക്കുന്നത്. തന്ത്രപ്രധാനമായ സിലിഗുരി ഇടനാഴി പോലും അപകടത്തിലാണെന്ന് അദ്ദേഹം പറയുമ്പോൾ ബംഗാളിലെ പ്രീണന രാഷ്ട്രീയം രാജ്യത്തെ മുഴുവൻ എത്രത്തോളം വലിയ അപകടത്തിലേക്കാണ് തള്ളിവിടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇനി ബംഗാളിലെ സാധാരണക്കാരുടെ അവസ്ഥ നോക്കാം. അഴിമതിയും ഗുണ്ടാ വിളയാട്ടവുമാണ് അവിടെ നിത്യസംഭവം. ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് സ്ത്രീകളുടെ അവസ്ഥ പരിതാപകരമാണെന്ന് അമിത്ഷാ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്ത്രീകൾക്കെതിരെ അതിക്രമം കാണിക്കുന്നവർക്ക് തൃണമൂൽ നേതാക്കൾ അഭയം നൽകുന്നു എന്നത് ലജ്ജാകരമാണ്. നിയമവ്യവസ്ഥയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും നോക്കുകുത്തിയാക്കി സ്വന്തം ഇഷ്ടപ്രകാരം ഭരണം നടത്തുന്ന ഒരു രീതിയാണ് അവിടെയുള്ളത്. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി വോട്ടർ പട്ടികയിൽ പോലും കൃത്രിമം കാണിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ അധപതനം ബംഗാളിൽ എത്തിയിരിക്കുകയാണ്. വ്യവസായങ്ങൾ തകർന്നു, യുവാക്കൾക്ക് തൊഴിലില്ല, വികസനം മുരടിച്ചു നിൽക്കുന്നു. ബംഗാൾ പണ്ട് ഇന്ത്യയുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ തലസ്ഥാനമായിരുന്നു. എന്നാൽ ഇന്നത്തെ ബംഗാളിന്റെ അവസ്ഥ എന്താണ്? രാഷ്ട്രീയ ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും മാത്രമാണ് വാർത്തകളിൽ നിറയുന്നത്. ഈ ദുരവസ്ഥ മാറ്റാൻ തനിക്ക് കഴിയുമെന്ന് അമിത്ഷാ ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. അഴിമതിയുടെയും പ്രീണനത്തിന്റെയും ഈ ഇരുണ്ട കാലഘട്ടം അവസാനിക്കാറായിരിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് അമിത്ഷാ നൽകുന്നത്. മമതയുടെ 15 വർഷത്തെ ഭരണം ബംഗാളിനെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടു എന്നാണ് ഈ കുറ്റപത്രം വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രാജ്യസുരക്ഷയെ പണയം വെക്കുന്ന ഒരു സർക്കാരിന് ഇനി അധികകാലം ആയുസില്ലെന്ന ഉറച്ച ശബ്ദമാണ് അമിത്ഷാ കൊൽക്കത്തയിൽ മുഴക്കിയത്. ബംഗാളിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും ആ മാറ്റം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ തന്റെ പ്രസംഗം അവിടെ അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയം കൂടുതൽ ചൂട് പിടിക്കുമെന്ന് ഉറപ്പാണ്. മമതയുടെ ഭരണത്തിൽ ബംഗാൾ നേരിടുന്ന ഏറ്റവും വലിയ ശാപം പ്രീണന രാഷ്ട്രീയമാണ്. വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുകയും നുഴഞ്ഞുകയറ്റക്കാർക്ക് ചുവപ്പ് പരവതാനി വിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് അവിടെയുള്ളത്. അമിത്ഷാ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ വോട്ടർ പട്ടികയിൽ പോലും നുഴഞ്ഞുകയറ്റക്കാരെ കയറ്റി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുകയാണ്. അസമിലെ BJP സർക്കാർ നുഴഞ്ഞുകയറ്റം തടഞ്ഞപ്പോൾ ബംഗാൾ അതിർത്തി ഒരു തുറന്ന വാതിലായി മാറിയത് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായിരുന്ന ബംഗാൾ ഇന്ന് എവിടെ നിൽക്കുന്നു? അഴിമതിയും സിൻഡിക്കേറ്റ് രാജും കാരണം പുതിയ കമ്പനികളൊന്നും അങ്ങോട്ട് വരുന്നില്ല. നിലവിലുള്ള വ്യവസായങ്ങൾ പോലും പൂട്ടിപ്പോവുകയാണ്. തൊഴിലില്ലായ്മ മൂലം ബംഗാളിലെ യുവാക്കൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധിതരാകുന്നു. മമതയുടെ മാമാതി മാനുഷ് എന്ന മുദ്രാവാക്യം ഇന്ന് വെറും കടലാസിലൊതുങ്ങി. സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്ന അഴിമതി ഭരണമായി TMC മാറിയെന്ന് അമിത്ഷാ ആഞ്ഞടിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ജനങ്ങൾക്കായി നൽകുന്ന ആയുഷ്മാൻ ഭാരത്, കിസാൻ സമ്മാൻ നിധി തുടങ്ങിയ പദ്ധതികൾ പോലും മമത ബംഗാളിൽ നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല. ഇതിന്റെ ഗുണം കിട്ടേണ്ടത് അവിടുത്തെ സാധാരണക്കാരായ കർഷകർക്കും
പാവപ്പെട്ടവർക്കുമാണ്. എന്നാൽ തന്റെ രാഷ്ട്രീയ ഈഗോ കാരണം കേന്ദ്രത്തിന്റെ നല്ല കാര്യങ്ങൾ പോലും ജനങ്ങളിൽ എത്തുന്നത് തടയുന്ന ക്രൂരതയാണ് മമത ബംഗാളിൽ കാണിക്കുന്നത്. ഇനി നോക്കൂ, നരേന്ദ്രമോദി എന്ന ഭരണാധികാരി എന്നും മുന്നോട്ട് വെക്കുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മന്ത്രമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ അതിവേഗം ഡിജിറ്റലായി മാറുകയും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കുതിച്ചുചാട്ടം നടത്തുകയും ചെയ്യുമ്പോൾ ബംഗാൾ മാത്രം എന്തിന് പിന്നോട്ട് പോകണം? മോദി സർക്കാർ വിഭാവനം ചെയ്യുന്ന വികസന പദ്ധതികൾ മമതാ ബാനർജി ബംഗാളിന്റെ അതിർത്തിയിൽ തടഞ്ഞു നിർത്തുകയാണ്. പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി പോലും ബംഗാളിൽ നടപ്പിലാക്കാൻ സമ്മതിക്കാത്ത മമതയുടെ പിടിവാശിക്ക് മുന്നിൽ മോദി എന്ന കരുത്തനായ നേതാവ് ഉയർത്തുന്ന വെല്ലുവിളി ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. മോദിയുടെ ഭരണം വന്നാൽ ഗുജറാത്തിനെയും ഉത്തർപ്രദേശിനെയും പോലെ ബംഗാളും വ്യവസായങ്ങളുടെയും IT കമ്പനികളുടെയും കേന്ദ്രമായി മാറും. രാജ്യത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ അമിത്ഷാ എന്ന പേര് ഇന്ന് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുപോലെ അസമിലെ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിച്ചതുപോലെ അസാധ്യമായ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന നേതാവാണ് അദ്ദേഹം. ബംഗാളിലെ നുഴഞ്ഞുകയറ്റക്കാർക്ക് മമത വോട്ട് ബാങ്കിന് വേണ്ടി താങ്ങും തണലും നൽകുമ്പോൾ നിയമത്തിന്റെ കരുത്ത് കാണിച്ച് അവരെ തുരത്തുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ അമിത്ഷായ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കൊൽക്കത്തയിലെ പ്രസംഗത്തിൽ അദ്ദേഹം നൽകിയ ആ 45 ദിവസത്തെ കാലാവധി വെറും ഒരു വാക്കല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടുള്ള ഒരു ഭരണാധികാരിയുടെ ഉറപ്പ് തന്നെയാണ്. അഴിമതിയുടെ കുത്തരങ്ങായ തൃണമൂലിനെ തൂത്തെറിയാൻ ബംഗാൾ ഒരുങ്ങിക്കഴിഞ്ഞു. സിൻഡിക്കേറ്റ് രാജ്യം പിടിച്ചുപറിയില്ലാത്ത ഒരു സുരക്ഷിത ബംഗാൾ വരാൻ പോവുകയാണ്. അവിടെ വ്യവസായങ്ങൾ തിരിച്ചു വരും, യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും, അവിടുത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും സുരക്ഷിതമായിരിക്കാൻ കഴിയും. നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും അമിത്ഷായുടെ നിശ്ചയദാർഢ്യവും ചേരുമ്പോൾ ബംഗാൾ വീണ്ടും ഇന്ത്യയുടെ തലപ്പത്തേക്ക് തിരിച്ചെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ പൗരന്മാർക്ക് റേഷൻ കാർഡില്ലെങ്കിലും ബംഗാളിലെത്തുന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് മമത വോട്ടിന് വേണ്ടി ആധാർ കാർഡ് വോട്ടറും ID-യും റെഡിയാക്കി കൊടുക്കും. അതിർത്തി കാക്കുന്നതിനേക്കാൾ മമതയ്ക്ക് താല്പര്യം അതിർത്തി വഴി വരുന്ന വോട്ടുകളെ കാക്കാനാണ്. അമിത്ഷാ വന്ന് അതിർത്തി വേലി കെട്ടാൻ സ്ഥലം ചോദിക്കുമ്പോൾ മമതയ്ക്ക് പെട്ടെന്ന് ഭൂമി സ്നേഹം കൂടും. രാജ്യം അപകടത്തിലായാലും തന്റെ വോട്ട് ബാങ്ക് സുരക്ഷിതമായിരിക്കണമെന്ന മമതയുടെ ഈ വാശിക്ക് ജനങ്ങൾ നൽകുന്ന മറുപടിയാണ് BJPയുടെ വളർച്ച. ബംഗാളിൽ ജനാധിപത്യമുണ്ടെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ തമാശയാണ്. അവിടെ തിരഞ്ഞെടുപ്പ് നടന്നാൽ വോട്ട് പെട്ടിയിൽ വീഴുന്നതിനേക്കാൾ കൂടുതൽ ബോംബുകൾ തെരുവിൽ വീഴും. എതിരാളികളെ നേരിടാൻ രാഷ്ട്രീയമില്ലാത്തതുകൊണ്ടാണ് ഗുണ്ടകളെ വിട്ട് പേടിപ്പിക്കുകയാണ് മമത. പക്ഷേ മമത ഒരു കാര്യം മറന്നുപോയി. മുന്നിൽ നിൽക്കുന്നത് മോദിയും അമിത്ഷായുമാണ്. കാശ്മീരിലെ ആക്രമണം നിർത്തിയ അമിത്ഷായ്ക്കാണ് മമതയുടെ ഈ കളിത്തോക്കുകളെ പേടി. ബംഗാളിൽ നിന്ന് നിൽക്കുന്നത് ഒരു ചരിത്രപരമായ വഴിത്തിരിവിലാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി മമത എന്ന ഭരണാധികാരിക്ക് കീഴിൽ ബംഗാൾ കണ്ടത് പ്രതീക്ഷകളല്ല, മറിച്ച് തകർച്ചയുടെ ചിത്രങ്ങളാണ്. എന്നാൽ ഈ ഇരുണ്ട അധ്യായത്തിന് അന്ത്യം കുറിക്കാൻ നരേന്ദ്രമോദിയുടെ വികസന മോഡലും അമിത്ഷായുടെ സുരക്ഷാ തന്ത്രങ്ങളും ഒന്നിക്കുമ്പോൾ അവിടെ പുതിയൊരു പ്രഭാതം വിരിയുകയാണ്. ഇതിനെ വെറുമൊരു ഭരണമാറ്റമായിട്ടല്ല, മറിച്ച് ബംഗാളിന്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ വീണ്ടെടുപ്പായി വേണം കാണാൻ. ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച നരേന്ദ്രമോദിയുടെ ഭരണമികവ് ഇന്ന് ബംഗാളിലെ ഗ്രാമങ്ങളിൽ പോലും ചർച്ചയാവുകയാണ്. സാധാരണക്കാരന് വീടും വെള്ളവും വൈദ്യുതിയും എത്തിക്കുന്ന മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾക്ക് ബംഗാളിൽ മമതാ സർക്കാർ തടസ്സം നിൽക്കുന്നത് എന്തിനാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മറുഭാഗത്ത് ഇന്ത്യയുടെ അതിർത്തികൾ കാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത അമിത്ഷായുടെ നിലപാടുകൾ ബംഗാളിന് വലിയൊരു ആത്മവിശ്വാസമാണ്. നുഴഞ്ഞുകയറ്റക്കാരുടെ പേടി സ്വപ്നമായി അമിത്ഷാ മാറുമ്പോൾ അത് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് നൽകുന്ന ഉറപ്പാണ്. ഈ രണ്ട് നേതാക്കളുടെയും കരുത്തൊന്നിക്കുമ്പോൾ അവിടെ തകർന്നടിയുന്നത് മമതയുടെ അഹങ്കാരമാണ്. ബംഗാൾ പണ്ട് വിപ്ലവങ്ങളുടെയും വിജ്ഞാനത്തിന്റെയും നാടായിരുന്നു. എന്നാൽ ഇന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സ്വന്തം അഭിപ്രായം പറയാൻ പോലും ജനങ്ങൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നവിടെയുണ്ട്. ഈ ഭയത്തിന്റെ രാഷ്ട്രീയത്തെ തകർത്തെറിയാൻ മോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിന് കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയാണ്. തൃണമൂലിന്റെ ഗുണ്ടാരാജിന് അന്ത്യം കുറിക്കാനും ഓരോ പൗരനും സമാധാനമായി ജീവിക്കാനുമുള്ള സാഹചര്യം ഒരുക്കാനും BJPയുടെ ഈ ഇരട്ട എഞ്ചിൻ കരുത്തിന് സാധിക്കും. അമിത്ഷാ പുറത്തിറക്കിയ ആ കുറ്റപത്രം മമതാ സർക്കാരിന്റെ മുഖത്തേറ്റ അടി തന്നെയാണ്. ഓരോ പോയിന്റും ജനങ്ങളുടെ ഉള്ളിലെ അമർഷമാണ് പ്രതിഫലിക്കുന്നത്. പ്രീണന രാഷ്ട്രീയത്തിന് ഇനി ബംഗാളിൽ ആയുസില്ല. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വെറുമൊരു വോട്ടെടുപ്പല്ല, മറിച്ച് മമതയുടെ ദുർഭരണത്തിൽ നിന്നുള്ള മോചനമാണ്.
മോദിജി ഉയർത്തുന്ന വികസനവും അമിത്ഷാ ഉറപ്പു നൽകുന്ന സുരക്ഷയും ചേരുമ്പോൾ ബംഗാൾ വീണ്ടും ഭാരതത്തിന്റെ കിരീടത്തിലെ പൊന്മുത്തായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മമതയുടെ ആക്രമണ രാഷ്ട്രീയം തോൽക്കുകയും മോദി ഷാ കൂട്ടുകെട്ടിന്റെ വികസന രാഷ്ട്രീയം ജയിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിനായി ബംഗാൾ കാത്തിരിക്കുകയാണ്. ആ മാറ്റം അനിവാര്യമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.